ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഗ്രീക്ക് കൊമീഡിയൻസിനെ കുറിച്ചും മറ്റ് റൈറ്റേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രീക്കോ റോമൻ പീരീഡ് എന്ന പ്ലേലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഗ്രീക്ക് റോമൻ പീരീഡ് അറിയാൻ വേണ്ടി ആ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഗ്രീക്ക് കോമഡിയെക്കുറിച്ചാണ് പറയുന്നത്. കോമഡി ട്രാജഡിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രാമാറ്റിക് ഫോം ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിഗേഴ്സ് വരുന്നത് അരിസ്റ്റോഫെൻസും മിയാൻഡറും ആണ്. അവരുടെ ഒരു റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സൊസൈറ്റിയെ ക്രിട്ടിക്കാണ് ചെയ്തിരുന്നത്. അവരുടെ ഒരു കോമഡീസിലൂടെ ഒരു ഹ്യൂമറിലൂടെ സർക്കാസ്റ്റിക്കലി അവർ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സമയത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസിനെ കുറിച്ചും ഫിലോസഫേഴ്സിനെ കുറിച്ചും അവരുടെ തന്നെ കണ്ടംപററീസിനെ കുറിച്ചുമാണ് അവർ എഴുതിയിരുന്നത്. മാത്രമല്ല കോമഡീസിൽ വരുമ്പോൾ ക്യാരക്ടേഴ്സ് മാസ്ക് ധരിച്ചിരുന്നു. ഈ ഒരു മുഖംമൂടി വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ ഒരു ഗോഡാണോ അല്ലെങ്കിൽ ഒരു സ്ലേവ് ആണോ എന്നൊക്കെ തന്നെ ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാകും. ഇതൊക്കെയാണ് ഗ്രീക്ക് കോമഡിയെക്കുറിച്ച് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമീഡിയൻസിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ അരിസ്റ്റോഫെൻസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം അദ്ദേഹത്തെയാണ് ഗ്രീക്ക് കോമഡിയുടെ പിതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. 5th സെഞ്ച്വറി BC ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്ലേ റൈറ്റ് തന്നെയായിരുന്നു അദ്ദേഹം. കോമഡിയിൽ സ്പെസിഫിക്കലി ഓൾഡ് കോമഡി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഫോമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഈ ഒരു റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത ഫാന്റാസ്റ്റിക്കൽ എലമെൻറ്റ്സ്, എക്സാജറേറ്റഡ് കോസ്റ്റ്യൂം, പൺസ്, സറ്റയർ, പാരഡി എക്സെട്ര. അപ്പോൾ ഈ ഒരു ഓൾഡ് കോമഡിയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഫാൻറ്റസി, അതുപോലെ തന്നെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ മീനിങ് ആയിട്ടുള്ള ജോക്സ് ഉണ്ട്, സറ്റയർ ഉണ്ട്, സർക്കാസം, പാരഡി. ഇതൊക്കെയാണ് ഓൾഡ് കോമഡിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോമഡിയിൽ പ്ലേ റൈറ്റ്സ് എന്താണ് ചെയ്യുന്നത്? അവർ മിത്തോളജി, റിലീജിയൻ പോലത്തുള്ള ടോപ്പിക്സ് എടുത്തിട്ട് അതിനെ സർക്കാസ്റ്റിക് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അരിസ്റ്റോഫെൻസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 പ്ലേസ് ആണ് ക്ലൗഡ് ആൻഡ് ഫ്രോഗ്. അപ്പോൾ ആ ഒരു ഡ്രാമയിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലൗഡ്സ് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സോക്രട്ടീസിനെയാണ് അദ്ദേഹം കളിയാക്കുന്നത്. സോക്രട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്രീക്ക് ക്രിട്ടിക്കാണ്. സോക്രട്ടീസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സോക്രട്ടീസിനെ കുറിച്ചുള്ള ആ ഒരു വീഡിയോ കിട്ടും. സോക്രട്ടീസിനെയാണ് അരിസ്റ്റോഫെൻസ് ക്ലൗഡ്സിൽ കളിയാക്കുന്നത്. മാത്രമല്ല ക്ലൗഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് കോമഡി ഓഫ് ഐഡിയാസ്. ആ ഒരു ടൈറ്റിൽ കൂടി ക്ലൗഡ്സ് എന്ന വർക്കിനുണ്ട്. അപ്പോൾ ഇതിൽ സോക്രട്ടീസിനെ ഒരു ഫിലോസഫർ എന്ന രീതിയിൽ ഉപരി കളിയാക്കുന്ന രീതിയിലാണ് ഒരു പോർട്രയൽ അരിസ്റ്റോഫെൻസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സോക്രട്ടീസിന് ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. പ്ലേറ്റോയുടെ ഫേമസ് വർക്കായിട്ടുള്ള അപ്പോളജിയിൽ പ്ലേറ്റോ ഈ ഒരു ഇൻസിഡൻറ്റിനെ, അരിസ്റ്റോഫെൻസ് ഇങ്ങനെ സോക്രട്ടീസിനെ കളിയാക്കുന്ന ഇൻസിഡൻറ്റിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണവും വെക്കുന്നുണ്ട്. കാരണം പ്ലേറ്റോ പറയുന്നത് അരിസ്റ്റോഫെൻസ് ഇങ്ങനെ സോക്രട്ടീസിനെ കളിയാക്കിയത് കൊണ്ടാണ് സോക്രട്ടീസ് പിന്നീട് അറസ്റ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ സോക്രട്ടീസ് പിന്നീട് മരണപ്പെട്ടതും ഈ ഒരു കളിയാക്കൽ കൊണ്ടാണെന്ന് അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണവും പ്ലേറ്റോ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വർക്കായിട്ടുള്ള ഫ്രോഗ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഗ്രീക്ക് ട്രാജഡിയെക്കുറിച്ചാണ്. അപ്പോൾ ഗ്രീക്ക് ട്രാജഡിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രജഡീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എയ്സ്റ്റലസ്, സോഫോക്ലസ്, യൂറിപ്പിഡസ്. യൂറിപ്പിഡസിന് ശേഷം ട്രാജഡിക്ക് ഒരു ഡൗൺഫോൾ ആണ് സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇതിനെ സർക്കാസ്റ്റിക്കലി ആയിട്ടാണ് ഫ്രോഗ്സിൽ അരിസ്റ്റോഫെൻസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോഗ്സ് എന്ന ഡ്രാമയിൽ ഡയോനീസിയസ് എന്ന ഗോഡ് ഓഫ് വൈൻ ആൻഡ് എസ്കസി അദ്ദേഹം വേഷം മാറി പാതാളത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? യൂറിപ്പിഡസിന് തിരിച്ചു കൊണ്ടുവരാൻ. കാരണം യൂറിപ്പിഡസിന് ശേഷമാണ് ഗ്രീക്ക് ട്രാജഡി അധംപതിച്ച് പോയത്. അപ്പോൾ യൂറിപ്പിഡസിനെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ട്രാജഡി ഇനിയും എന്തെങ്കിലും ഒരു രീതിയിൽ ട്രാജഡിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവൂ എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം യൂറിപ്പിഡസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഡയോനീസിയസ് വരെയാണ്
വേഷം മാറി വരെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താണ് കാണുന്നത്? എയ്സ്റ്റ്ലിസും യൂറിപ്പിഡസും ഇവരെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രജീഡിയൻസ് ആണ്. ഇവർ പരസ്പരം വാഗ്വാദം നടത്തുകയാണ്. അവരുടെ അവിടെ ഒരു വഴക്ക് നടക്കുകയാണ് എയ്സ്റ്റ്ലിസും യൂറിപ്പിഡസും തമ്മിൽ. അവർ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും നല്ലൊരു പ്ലെയറായിട്ട് എന്നതാണ് അവിടുത്തെ തർക്ക വിഷയം. അപ്പോൾ അവസാനം ഡയോനീസിയസ് ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ഡയോനീസിയസും എയ്സ്റ്റ്ലിസിനെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താ? എയ്സ്റ്റ്ലിസ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ട്രാജഡി. ആ ഒരു കാരണം കൊണ്ടാകാം ഡയോനീസിയസ് യൂറിപ്പിഡസിനെ വിളിക്കാൻ വന്നിട്ട് എയ്സ്റ്റ്ലിസിനെ കൊണ്ട് തിരിച്ചു പോവുകയാണ്. പകരം ഇപ്പോൾ എയ്സ്റ്റ്ലിസ് തിരിച്ച് ഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പാതാളത്തിൽ എയ്സ്റ്റ്ലിസിൻ്റെ ആബ്സെൻസ് അതൊന്ന് നികത്താൻ വേണ്ടി സോഫോക്ലസ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രജീഡിയനാണ്, സോഫോക്ലസിനെ അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രോഗ്സിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് അരിസ്റ്റോഫെൻസിനെ കുറിച്ചുള്ളൊരു ഓവർവ്യൂവും. ഇനി ഒരു 100 വർഷത്തിന് ശേഷം ഓൾഡ് കോമഡി മാറി ന്യൂ കോമഡി എന്നുള്ളൊരു ഫോം വരുവാണ്. ഈ ന്യൂ കോമഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രീക്ക് കമേഡിയനാണ് മിനാൻഡർ. 4th century BC അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ കോമഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടി ജനറലൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓൾഡ് കോമഡിയിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൾ, അവിടെ ജീവിച്ചിരുന്ന ഒരു ആളെ കുറിച്ച് തന്നെയാണ് കളിയാക്കുന്നതെങ്കിൽ ന്യൂ കോമഡിയിൽ കുറച്ചും കൂടി ജനറലൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയെ പേരെടുത്തല്ല അവിടെ കളിയാക്കുന്നത്. അയാളുടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ക്യാരക്ടേഴ്സിനെയാണ് ന്യൂ കോമഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു കോമഡിക് ടൈപ്സ് തമ്മിലുള്ള മെയിൻ വ്യത്യാസവും. അപ്പോൾ ന്യൂ കോമഡിയിൽ ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് മിനാൻഡർ. മിനാൻഡറിൻ്റെ ന്യൂ കോമഡിയാണ് പിന്നീട് കോമഡി ഓഫ് മാനേഴ്സിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഒറിജിനേറ്റർ എന്ന് നമുക്ക് വിളിക്കാനും സാധിക്കും. കാരണം കോമഡി ഓഫ് മാനേഴ്സിലും ഇതേ രീതിയിലുള്ളൊരു ഫീച്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ, കൺവെൻഷൻ, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതൊക്കെ തന്നെയാണ് കോമഡി ഓഫ് മാനേഴ്സിൻ്റെയും പ്രത്യേകത. അതിനുശേഷം നമുക്ക് പിൻഡാറിലേക്ക് വരാം. ഇപ്പോൾ കമേഡിയൻസ് ആയിട്ട് അരിസ്റ്റോഫെൻസിനെയും മിനാൻഡറിനെയും കുറിച്ചാണ് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു കമേഡിയൻസ് അല്ലാതെ മറ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു പേരാണ് പിൻഡാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പോയറ്റാണ്. 5th century BC ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഓഡ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഓഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ബോൾഡ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജസിൽ ഒരുപാട് മ്യൂസിക്കും ഡാൻസും കൂടിയുള്ള ഒരു ലിറിക്കൽ പോയട്രിയാണ് ഓഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഓരോ ഓഡിനും ഓരോ രീതിയിലുള്ള ഒരു കോറസ് ഉണ്ടാവും. ഓരോ കോറസിനും ഡാൻസ് പൊസിഷൻസും ഉണ്ടാകും. അതാണ് സ്ട്രോഫി, ആൻറ്റി സ്ട്രോഫി ആൻഡ് ഈപ്പോഡ്. പിൻഡാറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓടാണ് വിക്ടറി ഓഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രീക്കിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വിക്ടറി ഓഡ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓഡ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മാത്രമല്ല പിൻഡാറിൻ്റെ ഈ ഒരു സ്റ്റൈലിനെ പിന്നീട് വരുന്ന പോയറ്റ്സ് എല്ലാം തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു പേരാണ് എബ്രഹാം ക്രോളി. കാരണം അദ്ദേഹം പിന്നീട് ഇറഗുലർ ഓഡ് എന്നുള്ളൊരു രീതിയിൽ പിൻഡാറിക് ഓഡിൽ നിന്ന് റെഫറൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എടുത്തിട്ടാണ് ഇറഗുലർ ഓഡ് കമ്പോസ് ചെയ്യുന്നത്. സോ അതാണ് പിൻഡാറിനെ കുറിച്ച് പറയേണ്ടത്. ഒരു കാര്യം നോട്ട് ചെയ്യണം, പിൻഡാർ ഇസ് നോട്ട് എ കമേഡിയൻ. ഓക്കെ, കമേഡിയൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് അരിസ്റ്റോഫെൻസിനെയും മിനാൻഡറിനെയും കുറിച്ച് മാത്രമാണ്. അരിസ്റ്റോഫെൻസ് ഓൾഡ് കോമഡി, മിനാൻഡർ ന്യൂ കോമഡി. പിൻഡാർ ഒരു പോയറ്റാണ്, നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയറ്റാണ്. സോ അതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കമേഡിയൻസ് ആൻഡ് അതർ റൈറ്റേഴ്സ്. ഇനി ക്രിറ്റിക്സിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ അവരെക്കുറിച്ച് ഒരുപാടധികം ഇൻഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സിന് വേണ്ടി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കാണും. വീഡിയോ ക്ലിയർ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for listening, and I'll see you in the next video.